അതിനെക്കുറിച്ചൊരു ചോദ്യം ഉത്ഭവിക്കുന്നില്ലല്ലോ. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ അഫിഡവിറ്റ് തിരുത്തിയിരിക്കണമെന്നുള്ളത് അച്ചട്ടാണ്. അതിനകത്ത് ഒരു പുനർചിന്തനത്തിന് ആവശ്യം പോലുമില്ല. കേരളം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നതാണത്. അന്നിങ്ങനെ ഗവൺമെൻറ് പിന്നോട്ട് പോകുന്നത്, ഗവൺമെൻറ് പിന്നോട്ട് പോകുന്നതെന്ന് ചിന്തിച്ചു നോക്കട്ടെ. അല്ല അവർ അങ്ങനെ ഒരു കാര്യം പറയാൻ അവർക്ക് പറ്റത്തില്ല. ഈ കാര്യത്തിൽ കേരളം ഇനി പിന്നോട്ട് നോക്കാൻ പറ്റത്തില്ല. കേരള ജനത ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നതാണ്. ഒരുപാട് അനുഭവിച്ചതാണ് ഇതിൻ്റെ പേരിൽ. ഇനിയും ജനങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കാനാണ് ഇവർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഇതുവരെ തിരുത്തിയിട്ടില്ല അവർ. നാളെ അവസാനത്തെ ചാൻസാണ്. തിരുത്തണം എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് തിരുത്തിയിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നോക്കാം. അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കൂടുതൽ UDF നേതാക്കളെ ഉൾക്കൊള്ളിക്കാനോ അല്ലെങ്കിൽ കൊണ്ടുവരാനോ CPM-ന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടോ? ഉൾക്കൊള്ളിക്കാനും കൊണ്ടുവരാനും തീരുമാനിച്ചാൽ ഉൾക്കൊണ്ട് പോവുമോ? യഥാർത്ഥ കള്ളന്മാരുണ്ടാവുമ്പം വേറെ ഏതെങ്കിലും കള്ളന്മാരെ കണ്ടുപിടിക്കാൻ അവർ മെനക്കെട്ടുകൊണ്ട് കാര്യമുണ്ടോ? യഥാർത്ഥ കള്ളന്മാരല്ലേ പുറത്ത് വരുള്ളൂ. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു വേവലാതിയില്ല. അവരാരെ വേണമെങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിക്കട്ടെ. ഹലോ, ഇന്നങ്ങനെ ഒരു ചർച്ചയില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞ ദിവസം ഇന്നായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പാലക്കാട് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇത് വരികയായിരുന്നു. രമേശ് ജി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ഒരു കൂടിയാലോചന അത്രയേ ഉള്ളൂ. ഉള്ള നേതാക്കന്മാരെ വെച്ചിട്ടുള്ള ഒരു കൂടിയാലോചന. സീറ്റ് വിഭജനവും മറ്റു കാര്യങ്ങളോ? അല്ല, ഞങ്ങൾ നേരത്തെ പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ചേ പോവുള്ളൂ. ആ ഷെഡ്യൂൾ അനുസരിച്ച് പോകുന്നതിനനുസരിച്ചുള്ള ആ ഷെഡ്യൂളിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും സ്ക്രീനിങ് കമ്മിറ്റികൾ വന്നിട്ട് അവരെല്ലാ നേതാക്കന്മാരുമായിട്ട് അഭിപ്രായം രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സീറ്റിലും സ്ഥാനാർത്ഥികൾ ആരാവണമെന്നതിനെ കുറിച്ചിട്ട് ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പാർട്ടി നേതാക്കന്മാരുടെ അഭിപ്രായം ആരാഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പ്രോസസ്സ് വളരെ വേഗത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്തിമമായ അനൗൺസ്മെന്റ് ഉണ്ടാവും. ഏത് തീയതിയിൽ അനൗൺസ് ചെയ്യുന്നു ഇപ്പം ഞാൻ പറയുന്നത്. എല്ലാം വിജയ സാധ്യതയെ ആശ്രയമാക്കിയിട്ടായിരിക്കും. രാഹുൽ മത്സരരംഗത്തുണ്ടാവും. അല്ലാതെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, അത് ആ ചർച്ചകളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ പറ്റും. രാഹുൽ മത്സരരംഗത്തുണ്ടാവും. ശരി. അല്ല, ചർച്ച കഴിഞ്ഞല്ലോ. അല്ല, ഘടകകക്ഷിയുടെ സീറ്റ് വിഭജനം മറിച്ച് എല്ലാ ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കാര്യങ്ങൾ തർക്കങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടന്നു. എൻ്റെ അറിവിലില്ല. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പരിഗണന ഉണ്ടാവും. ഓക്കെ, ഇല്ല, മതിയായില്ലേ? രാഷ്ട്രീയം ഒന്നും ചോദിക്കാറില്ല അല്ലേ? ഈ സുരേഷിനെ മത്സരിപ്പിക്കുന്നുണ്ടോ KC? ഒരാൾക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനം വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ. വഴിയിൽ അയാൾ കുടുംബത്തിനൊപ്പം പോകുന്ന സമയത്താണ്. പക്ഷേ അതിൽ ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തു. ഈ മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കേസ് പോലും എടുത്തു. ഈ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു പ്രിവിലേജ് ക്ലാസ് മാത്രമേ ഉള്ളൂ. CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്നവർ, അത് ജയിലിൽ പോയിരിക്കുന്നവരായാലും CP ചന്ദ്രശേഖരൻ്റെ വെട്ടിക്കൊന്നിട്ടും ഷുഹൈബിനെ വെട്ടിക്കൊന്നിട്ടും ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിക്കൊന്നിട്ട് ജയിലിൽ പോയവരായാലും അവർ പ്രിവിലേജ് ക്ലാസ്സാണ്. കാരണം CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്തവരാണ്, ക്രിമിനൽ സംഘം ചെയ്തവരാണ്. CPM-ന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന DYFI-കാരന് പ്രിവിലേജ് ക്ലാസ്സാണ്. അവർ പോലീസിനെ അടിച്ചാൽ കേസില്ല. പോലീസ് അവരെ അടിച്ചാൽ പോലും അവർ പോലീസിനെ അടിച്ചാൽ കേസ് പോലീസിനെതിരായിട്ടാണ്. ഇത് കേരളത്തിലെ ക്രമസമാധാന ലംഘനം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ക്രിമിനലുകൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത, സ്വന്തം ക്രിമിനലുകൾക്ക് വേണ്ടി വഴിമാറിക്കൊടുത്ത CPM-ന്റെ നയത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ സംഭവിച്ച യാഥാർത്ഥ്യമായിട്ട് കണ്ടതും സാധ്യം അത് തന്നെയാണ്. അതില്ലേ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കൊള്ള മൂടി വെക്കാൻ വേണ്ടി നടത്തിയിട്ട് മറ്റൊരു സംഗമം നടത്തി. ആ സംഗമം മഹാകൊള്ളയായിട്ട് മാറി. ഒരു കൊള്ള മൂടി വെക്കാൻ ശബരിമലയിലെ അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള സ്വർണ്ണപ്പാളി കൊള്ളയായത് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ അയ്യപ്പൻ്റെ ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സ്വാമി ശരണം സിന്ദാബാദ് വിളിച്ചത്. ഇതുവരെ വിളിക്കാത്തവർ.
അപ്പോൾ അത് കൂടുതൽ കൊള്ളയായിട്ട് മാറി. അപ്പോൾ അതിൽ നിന്ന് തടി തപ്പാൻ വേണ്ടി ഓരോ ദിവസവും ദേവസ്വം ബോർഡിൻ്റെ കണക്ക്, സർക്കാരിൻ്റെ കണക്ക്, സർക്കാർ വേറെയാണ്, ദേവസ്വം ബോർഡ് വേറെയാണ്, എന്നാലും ഓരോ ദിവസവും തടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഞാൻ ബേസിക്കലായി കഴിഞ്ഞ കുറേ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം. വിശ്വാസമില്ലാതെ അയ്യപ്പൻ്റെ ഭരണം ഏൽപ്പിച്ചാൽ അവരുടെ ലക്ഷ്യം സമ്പത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു ഗതികേടാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്വേഷണം CBIക്ക് വിടണമെന്ന് അങ്ങേക്കും അല്ല, ഞാൻ കോടതി നിരീക്ഷിക്കും തന്നെയാണ് അവർ. കോടതിയുടെ നിരീക്ഷണത്തിൽ ഞാൻ പൂർണ്ണ സ്വതന്ത്രത്തിലാണ്. ഹൈക്കോടതി അവരില്ലായിരുന്നെങ്കിൽ ഈ കേസ് ഉണ്ടാവുമായിരുന്നില്ലല്ലോ. നിങ്ങളെല്ലാം കോടതി നടപടി റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകർ ഹൈക്കോടതിയുടെ നിരീക്ഷണം കൊണ്ടാണ്. പക്ഷേ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും മോണിറ്ററിംഗ് ഉണ്ടായിട്ടും SITയെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ കോടതി അത് മനസ്സിലാക്കുന്നു.